ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേദയാനിധി. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഗുഡ് മോർണിംഗ്. Good morning. Good morning. സൈനിൻ ആരെങ്കിലും ഉണ്ടോടാ? ഇല്ല പറഞ്ഞു. ഓക്കെ. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning. Good morning. പനിയൊക്കെ മാറിയോ? പനിയൊക്കെ മാറി. പ്രയർ ഒക്കെ നേരത്തെ കഴിഞ്ഞത്? അത് ഇന്നലെ പറഞ്ഞു മാം പറഞ്ഞു. ക്ലാസ് വൈകണത് കൊണ്ട് ചിലപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ വരുമ്പോൾ 11:40 ആവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തുടങ്ങിക്കോളൂ, ക്ലാസ്സിന് ഒരുപാട് നീങ്ങാനുണ്ടല്ലോ. അതുകൊണ്ടാ മാം, സോറി. ഓക്കെ. Thought of the day പറഞ്ഞോ. Good morning, ma'am. Good morning, all. If you judge people, you have no time to love them. Mother Teresa. Okay. Sign in. Sign in ഇല്ലേ? ഞാൻ ഇപ്പൊ സൈൻ ഇൻ ഇവിടെ നടത്താറില്ല. അതെന്താണ്? അത് ടൈം ഒരുപാട് പോകുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ആരും ഇപ്പൊ അങ്ങനെ സമയമുള്ളപ്പോ നടത്താലോ, കുഴപ്പമില്ല. ഇനിയിപ്പോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതായോ? ഇനി ചാപ്റ്റേഴ്സ് ഒക്കെ പെട്ടെന്ന് തീർന്നു. ആദ്യം ഒന്ന് തീർക്കാനായിരുന്നു പാട്. എങ്ങനെയുണ്ടായ പരീക്ഷ? പരീക്ഷ നല്ലതായിരുന്നു മാം. മാർക്ക് കിട്ടിയോ? 78 മാർക്ക് കിട്ടി. നിങ്ങൾ ആരോടാണ് ഈ മാർക്കിന്റെ കാര്യം ചോദിക്കണം? മാർക്ക് ഞാനല്ലേ. അല്ല മാം, അത് ഞാൻ അറിയത്തില്ലല്ലോ. പേര് ഞാൻ കുറെ പേരെ കണ്ടായിരുന്നു. 100 മാർക്ക് ആയിരിക്കും കിട്ടിയോ? 3 പേർക്ക് കിട്ടി. മാമിന് അറിയാലോ. നമുക്ക് ആക്സെപ്റ്റ് ഉണ്ടാവുന്നിട്ടുണ്ടോ 100 മാർക്ക് ഹോൾഡേഴ്സ്? അവര് ഇതുവരെ കണ്ടിട്ടില്ല ഗ്രൂപ്പിൽ. ഞാനുണ്ട്. ശരനുണ്ടോ? ശരന്റെ പേരെന്തായിരുന്നു ഫുൾ നെയിം? ഫുൾ നെയിം ഇപ്പൊ ഷെറിൻ ഷമീർ മുഹമ്മദ് എന്നാണ് പാസ്പോർട്ടിലൊക്കെ. 10th ഇതില് ഷെറിൻ MH എന്നാണ്. അപ്പൊ ഞാൻ അവിടെ കൊടുത്തിരിക്കുന്ന ഷെറിൻ MH എന്നാണ്. ശരൻ MH ആണ്. എനിക്ക് പരിചയം ഉണ്ടായില്ല കേട്ടോ പേര് കണ്ടിട്ട്. അപ്പൊ 10th മാർക്ക് ലിസ്റ്റില് നെയിം തരാൻ പറഞ്ഞായിരുന്നു. അതാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. നിങ്ങൾ എവിടെ വരെ എടുത്തോന്നറിയോ? കാണാനൊന്നും പറഞ്ഞില്ലല്ലോ. വീഡിയോ ഒന്ന് ഓൺ ആക്കാനോ? എന്താണ് പറയുന്നത്? വീഡിയോ ഓൺ ആണല്ലോ, കാണാലോ എല്ലാവർക്കും. ഇല്ല മാം, 100 മാർക്സ് കിട്ടിയവരെ ഒന്നും ഇട്ടിട്ടില്ലല്ലോ. പക്ഷെ ഇത്ര നാളം വരണമെങ്കിൽ ഓൺ ചെയ്യണ്ടായിരുന്നു. പേര് പറഞ്ഞേ. മ്യൂട്ടാണോ? സോറി, ഞാൻ ഓർത്തില്ല. ആ പറഞ്ഞ ആൾ എന്റെ നാത്തൂനാണ്, ഡെയ്സിനെ.
അതാണ് ഞാൻ ചിരിച്ചത്. നാത്തൂന്റെ പേരെന്താണ്? ഡേയ്സിൽ. ഇയാളുടെ പേരെന്താ? ഷെറിൻ ഷമീർ. ആലോചിക്കണ്ട, ഒരുപാട് ആലോചിക്കണ്ട അത്. ഷെറിൻ ഷമീർ. ഷെറിൻ ഓക്കെ, ഷമീർ മനസ്സിലായി. മനസ്സിലായില്ലേ? അതാണ് ആലോചിക്കണ്ടെന്ന് പറഞ്ഞത്. കുട്ടിയാണ്. ശരി, അതൊന്നും ഒരു വിഷയമല്ല കേട്ടോ ഷെറിൻ. ഓക്കെ. നമ്മുടെ ഡേയ്സിനോ? യെസ് യെസ് യെസ്, യെസ്, കള്ളി. നമ്മുടെ ഗ്രൂപ്പിലെ സുന്ദരി കുട്ടി. ഓക്കെ, സുഖമായിട്ട് ജീവിക്കുന്നില്ലേ? സന്തോഷായിട്ട് പോരെ? അതെ അതെ. നമ്മൾ എവിടെ വരെ പറഞ്ഞു എന്നറിയോ? ഒന്നും അറിയില്ല. ഓഫീസ് മാനേജ്മെന്റും കഴിഞ്ഞു. ഓഫീസ് മാനേജ്മെന്റ് തീർത്തു. അതൊക്കെ കഴിഞ്ഞു. അറ്റൻഡൻസിന്റെ ഒക്കെ ഇത് കാണിച്ചതില്ല, സിമ്പിൾ ഒക്കെ. എടുത്തു തുടങ്ങിയില്ലേ ടീച്ചർ? ഏതാ? കേട്ടില്ല. സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം ഇവിടെ എടുത്തല്ലോ ഇല്ലേ? സ്ട്രക്ചർ ഓഫ് ക്ലാസ് റൂം എടുത്തു. അയ്യോ, ഞാൻ കയറാഞ്ഞിട്ടായിരിക്കും. നമ്മള് 2 ചാപ്റ്റർ എടുത്തിട്ട് 3ാമത്തെ ചാപ്റ്റർ എടുത്തില്ല. 3ാമത്തെ ചാപ്റ്റർ എടുത്തില്ല. സ്ട്രക്ചർ പറഞ്ഞു. ബോർഡൊക്കെ ചെയ്ത് കാണിച്ചു തന്നില്ലേ? സീറ്റ് അറേഞ്ച്മെന്റ്സ് പറഞ്ഞോ? സീറ്റ് അറേഞ്ച്മെന്റ്സ് വരെ പറഞ്ഞു. സിറ്റിംഗ് അറേഞ്ച്മെന്റ് പറഞ്ഞോ? രണ്ടെണ്ണം വരുന്നുണ്ട്. സീറ്റ് അറേഞ്ച്മെന്റ്സ് പറഞ്ഞിട്ടില്ല, സീറ്റാ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. തമന്ന, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ക്ലാസ്സിലാണോ? അല്ലല്ല, ഞാൻ ഇപ്പൊ ചോദിച്ചിട്ട് വന്നു. എന്റെ പീരീഡ് കഴിഞ്ഞ് ലേറ്റ് ആയി. ശരി. പനിയൊക്കെ മാറി ഓക്കെ ആയോ? ഒക്കെ കുറെ പേര്, തമന്ന ഉൾപ്പെടെ. തമന്നയാണ് ഇടയ്ക്ക് വിശേഷമൊക്കെ ചോദിച്ചിരുന്നത്. അല്ലാതെ ആരൊക്കെയോ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. പ്രസീതയാണെന്നോ, പ്രസീത ഇൻസ്റ്റയിൽ അന്വേഷിച്ചിരുന്നു. കുറെ പേര് വിശേഷം നിരക്കി. അപ്പൊ തന്നെ ഭയങ്കര സന്തോഷം. ഇത്രയും പേര് അന്വേഷിക്കാനുണ്ട്. പാടില്ലാണ്ടായ. ഞങ്ങൾക്കൊന്നും നമ്പരില്ല മാം അന്വേഷിക്കാൻ. ഞങ്ങൾക്കൊന്നും നമ്പർ തന്നിട്ടില്ല. ഇൻസ്റ്റയില് ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് മാമിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ നോക്കി. പക്ഷെ മാമിന്റെ റിപ്ലൈ ഒന്നും കിട്ടിയില്ല. ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവല്ലോ. കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞു മാം. എങ്ങനെയുണ്ടായിരുന്നു? ദൈവകൃപയാൽ സന്തോഷമായിരുന്നു. പുതിയ മകൾ എന്ത് പറയുന്നു? സന്തോഷമായി. നല്ല മക്കളെ തന്നെ, കുഴപ്പമില്ല ഇതുവരെയും. ഞാൻ ജിഷ മാമിന് സെൻഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് വീഡിയോ. ആണോ? മാരേജിന്റെ യൂട്യൂബ്. മാമിന്റെ ഒന്നും നമ്പറില്ല. ഇവിടെ കുറെ പേർക്ക് മാത്രം നമ്പർ. എന്താന്ന് എനിക്ക് അറിയുന്നില്ല. ഞാനും ആഗ്രഹം ഇതെന്താ എനിക്ക് തരാതിരിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചില്ലെങ്കിൽ ഞാൻ നമ്പർ തമന്നയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ആയതുകൊണ്ട് തമന്നയ്ക്കുണ്ട് കയ്യില്. ബാക്കിയുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞത് കേട്ടോ. പക്ഷെ അതുകൊണ്ടായിരിക്കാം ഇരുന്നത്. ജിഷ മാമിന്റെ മാത്രം നമ്പർ ഉണ്ട്. അപ്പൊ ജിഷ മാമിന് സെൻഡ് ചെയ്ത് കൊടുത്തു. നമ്പർ നമ്മൾ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ക്ലാസ്സുകളിൽ വേണ്ടിവരും. അതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് വാങ്ങിച്ചത്. ഓക്കെ മാം, നോ പ്രോബ്ലം. സീറ്റ് അറേഞ്ച്മെന്റ്സ് നമ്മൾ എടുത്തോ ടീച്ചർ? എടുത്തില്ല. സീറ്റ് അറേഞ്ച്മെന്റ്സ് എടുത്തതാ. സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് തുടങ്ങണ്ട. അത് തന്നെ, സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. It is one of the obvious matters to the teacher, since every parent wants their children to sit in the front. Some of the students are having eye defect, hearing defects, which are not easily identifiable. We can make sitting arrangements by the following methods. Seat arrangements എടുത്തോ? ഇത് സിറ്റിംഗ് ആണ്. ഇപ്പൊ എന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഇരിക്കട്ടെ. ഇതൊക്കെ നമ്മുടെ പാരന്റ്സിന്റെ ഒക്കെ ആഗ്രഹം കുട്ടികളെ ഫ്രണ്ടിൽ ഇരുന്ന് പഠിക്കണമെന്നാണ് അല്ലെ?
ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കണം എന്നാണ് പാരന്റ്സിന്റെ എല്ലാ ആഗ്രഹം. പക്ഷെ അതൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇരുത്താൻ. ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പാരന്റ്സ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ ഇരുത്താന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്ക്രീൻ ചെയ്യുമോ? എന്താണ് അർച്ചന പറയുന്നത്? ഇല്ല മാം, എനിക്ക് ഇതുവരെ സ്ക്രീൻ ചെയ്ത് കാണാൻ പറ്റുന്നില്ലായിരുന്നു നോട്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഇപ്പൊ കാണാം, ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ കിട്ടുമോ? ഇപ്പൊ കാണാം, ഓക്കെയാണ്. ഇനി നമ്മളിങ്ങനെ സിറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? എന്തുകൊണ്ടായിരിക്കാം കുട്ടികളെ സീറ്റ് അറേഞ്ച് ചെയ്യുന്നത്? ചില കുട്ടികൾക്ക് ഐ ഡിഫക്ട്സ് ഉണ്ടാവും അല്ലെ, കാഴ്ചക്കുറവുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് കേൾവിക്കുറവുള്ള കുട്ടികളുണ്ടാവും. അപ്പൊ ചില സമയത്ത് നമ്മള് ശരിക്കും ഫസ്റ്റ് സമയത്താണ് കുട്ടികൾ ഇതൊക്കെ തിരിച്ചറിയുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വരില്ല. പിന്നീട് കുറച്ച് ക്ലാസ്സുകൾ കഴിയുമ്പോഴായിരിക്കും കുട്ടിയെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ കേൾക്കുന്നില്ല, കാണുന്നില്ല എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ കുഞ്ഞ് വന്ന് പറയും അല്ലെ, ടീച്ചർ പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ളത് പറയുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ വെച്ച് നോക്കിയിട്ടാണ് കുറെ കുട്ടികളൊക്കെ നമ്മൾ എന്താണ് ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുത്തുന്നത്. ഓക്കെ, ഇനി സിറ്റിംഗ് അറേഞ്ച്മെന്റ്സിന് നമ്മൾ സ്കൂളിൽ ശരിക്കും ഒരു 4 ഓർഡേഴ്സ് വരുന്നുണ്ട്. 4 ഓർഡേഴ്സിലാണ് നമ്മൾ കുട്ടികളെ ഇരുത്തുന്നത്. ഇതില് പൂർണ്ണമായിട്ടൊന്നും ആരും ചെയ്യാറൊന്നുമില്ല, എങ്കിലും നമ്മൾ മാക്സിമം നോക്കുന്നത് ഹൈറ്റ് ഓർഡറിന്റെ ബേസിസിലായിരിക്കും. അപ്പോൾ 4 കാറ്റഗറീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന് ഹൈറ്റ് ഓർഡർ, ആൽഫബറ്റിക്കൽ ഓർഡർ, അറ്റൻഡൻസ് ഓർഡർ, റാങ്കിങ് മെത്തേഡ്. ഓക്കെ, ഫസ്റ്റ് വൺ ഹൈറ്റ് ഓർഡർ. എന്താണ്? Sitting arrangement should have to be changed once in every week. Starting from the 4 corners, it can be arranged in 2 ways. Rows or columns of 4 into 2 is equal to 8 ways. അതായത് ഹൈറ്റ് ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ, ഹൈറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികളുടെ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുട്ടികളെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയായിരിക്കാം? പക്ഷെ അത് വീക്ക് ബൈറ്റാണ്. നമ്മൾ അത് ചേഞ്ച് ചെയ്തിട്ട് ഓരോ വീക്കിൽ മാറി ആയിരിക്കും ഇരുത്തുന്നത്. ഇത് എങ്ങനെയാണ് ഹൈറ്റ് ഓർഡർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏറ്റവും ഹൈറ്റ് ഉള്ള ആളെ നടുക്കാണ് ഇരുത്തുന്നത്. നമ്മൾ ഏറ്റവും ഹൈറ്റ് ഉള്ള ആളെ ഇവിടെ ഇരുത്തുന്നത് ബാക്കിലാണ്. അതാണ് നമ്മൾ സ്റ്റാർട്ടിങ് ബാക്കിൽ വരും. അതേപോലെ തന്നെ ബെഞ്ചിന്റെ ഏറ്റവും സൈഡില്, ഏറ്റവും ലാസ്റ്റത്തെ, അതായത് നമ്മള് സൈഡ് എന്ന് പറയില്ലേ ബെഞ്ചിന്റെ ഏറ്റവും സൈഡിൽ വരുന്ന കുട്ടികൾ ഹൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ അറേഞ്ച് ചെയ്യാറുണ്ട്. ബാക്കിൽ മാത്രമുള്ള എല്ലാ കുട്ടികളെയും ഇരുത്തുന്നത്. ഹൈറ്റുള്ള കുട്ടികൾ എല്ലാവരും ബാക്കിൽ തന്നെ അല്ല ഇരുത്തുന്നത്. ചില കുട്ടികളെ എന്താണ് അറ്റത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലേ? അറ്റം അറ്റത്തെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഓക്കെ, അങ്ങനെ അറ്റത്ത് ഇരുത്താറുണ്ട്. പിന്നെന്താണ്? ഹൈറ്റ് ഓർഡർ അനുസരിച്ച് കുറെ പേരെ ബാക്കിലും തന്നെ അറേഞ്ച് ചെയ്യാറുണ്ട്. നമുക്കിതിനെ 8 വേസിൽ വരെ ഇരുത്താൻ പറ്റുന്നതാണ്. 8 രീതിയിൽ കുട്ടികളെ ഹൈറ്റ് ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ചിലപ്പോൾ വേണമെങ്കിൽ എല്ലാവരും ബാക്കിൽ തന്നെ ഇരുത്താം, അല്ലെങ്കിൽ എല്ലാവരും അറ്റത്ത് മാത്രമായിട്ട് ഇരുത്താം. പിന്നെന്താണ്? സൈഡ് ബെഞ്ചിൽ സൈഡ് കോർണേഴ്സ് ഇട്ടിട്ട് നമുക്ക് സൈഡ് ബെഞ്ചിൽ ഹൈറ്റ് ഉള്ളവർ മാത്രം കുട്ടികളെ ഇരുത്താം. പിന്നെ 8 രീതിയിൽ ഇരുത്താൻ പറ്റും എന്നാണ് പറയുന്നത്. 8ാമത്തെ രീതി എനിക്കറിയില്ല കേട്ടോ. 2-3 രീതിയിലൊക്കെ മാക്സിമം നമുക്ക് പറ്റുമായിരിക്കും അല്ലെ? ഓക്കെ, എങ്കിലും നമ്മൾ മാക്സിമം കണ്ടുവരുന്നത് എങ്ങനെയാണ്? ഹൈറ്റ് ഉള്ള കുട്ടികൾ എപ്പോഴും എവിടെയായിരിക്കും ഇരിക്കുന്നത്? പുറകുവശത്തായിരിക്കും. ലാസ്റ്റ് ബെഞ്ചേഴ്സ് ആണ് അവർ, ഹൈറ്റ് ഉള്ള കൂടിയവർ. പക്ഷെ ഇത് നമ്മൾ എന്താണ് വീക്കിലി ഇതെന്താണ് റൊട്ടേഷൻ വരാറുണ്ട്. റൊട്ടേഷൻ വരുമ്പോ എന്താണ്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. റൊട്ടേഷൻ വരുമ്പോ എന്താണ്? മൺഡേ കുറച്ചു പേര് ഫ്രണ്ടിലായിരിക്കും, ട്യൂസ്ഡേ അവര് സെക്കൻഡ് ബെഞ്ചിലേക്ക് മാറും, തേഴ്സ്ഡേ പിന്നെ അടുത്തവര് ബാക്കിലിരിക്കുന്നവര് ഫ്രണ്ടിലേക്ക് മാറും. അങ്ങനെ അതിനെ റൊട്ടേറ്റ് ചെയ്താണ് കുട്ടികൾ ഹൈറ്റ് ഓർഡറിന് അനുസരിച്ച് സ്കൂളിൽ ഇരിക്കുന്നത്. ഓക്കെ, യെസ്. പിന്നെ അങ്ങനെ ഹൈറ്റ് ഓർഡർ നിങ്ങൾ അതിനുള്ളിലുള്ള ഒന്നും പഠിക്കണ്ട കേട്ടോ, പേര് മാത്രം നോക്കി വെച്ചാൽ അതിനുള്ളിൽ നിന്ന് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. ഹൈറ്റ് ഓർഡർ. നെക്സ്റ്റ് എന്താണ്? ആൽഫബറ്റിക്കൽ ഓർഡർ. ഇങ്ങനെയാണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമ്മൾ ഇരിക്കുന്നത്. Arranging the students in alphabetical order, we can make to sit from the 4 corners in 2 ways, rows or columns. Alphabetical order നമുക്ക് എങ്ങനെ കുട്ടികളെ ഇരുത്താൻ പറ്റും? ആൽഫബറ്റിക്കൽ ഓർഡറില് പറ്റുമോ? ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 കോർണേഴ്സ് അല്ല, 4 കോർണേഴ്സ് ആയിട്ട് തിരിച്ചിട്ട് ടീച്ചറിന് അഭിമുഖമായിട്ടിരിക്കുന്ന രീതിയിൽ 4 കോളങ്ങളിൽ നിന്ന് 2 തരത്തിലായിട്ട് നമുക്ക് എത്താൻ പറ്റും അല്ലെ? ടീച്ചറിന് അഭിമുഖമായ രീതിയിൽ കുട്ടികളെ ആൽഫബറ്റിക്കൽ ഓർഡർ. ആൽഫബറ്റിക്കൽ എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? ആൽഫബറ്റിക്കൽ ഏതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്?
അക്ഷരങ്ങളുടെ A, ഓർഡറിൽ ABC. പേരുകൾ അല്ലെ, പേരുകള് ആൽഫബറ്റിക്കൽ ഓർഡറിൽ, അതായത് എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേര് ഇത്ര പേരുണ്ട് അങ്ങനെയൊക്കെ അവർ ആദ്യ ഓർഡറിൽ എടുത്തുന്നു. അതിനുശേഷം അവിടെ ഹൈറ്റ് നോക്കുന്നില്ല. ഓക്കെ, പക്ഷെ നമ്മളിപ്പോഴും ക്ലാസ് റൂമിൽ നോക്കുന്നത് മാക്സിമം ഹൈറ്റ് ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എല്ലാവരും അറേഞ്ച് ചെയ്യുന്നത്. ആൽഫബറ്റിക്കൽ ഓർഡറിലൊന്നും അങ്ങനെ ഇരുത്താനൊന്നും പോസിബിൾ അല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇരുത്തുന്നത്. കാരണം അതിന്റെ ഇടയിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഹൈറ്റ് ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിലോ അല്ലെ എന്ത് ചെയ്യും? ഇപ്പൊ ഫസ്റ്റ് അനുവിന് നല്ല ഹൈറ്റ് ഉണ്ട്, അനുവിനെ ഫ്രണ്ടിൽ കൂടെ നിർത്താൻ പറ്റും നമുക്ക്? ഇല്ല മാം. ഇല്ല. ആൽഫബറ്റിക്കൽ ഓർഡർ നമുക്ക് പോസിബിൾ അല്ല. ഓക്കെ, അങ്ങനെ 4 കോർണേഴ്സ് 2 ways ആയിട്ട്, അതായത് 4 കോളങ്ങളിൽ നിന്ന് നമുക്ക് 2 തരത്തിലായിട്ട് ഇരുത്താനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? അറ്റൻഡൻസ് ഓർഡർ. അതിൽ നമുക്ക് പറ്റുമോ അറ്റൻഡൻസ് ഓർഡറിലും? If the attendance is not in the alphabetical order, attendance order can also be used for sitting arrangements. ഇനി നമ്മൾ അറ്റൻഡൻസ് എന്ന് പറയുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെയല്ല അറ്റൻഡൻസ് വരുന്നത് അല്ലേ? അതെ മാം. അതെ. അപ്പൊ നമ്മൾ അങ്ങനെ ഇരുത്താൻ പറ്റുമോ? ഇല്ല, ഇരുത്താൻ പറ്റില്ല. ഇരുത്താൻ പറ്റും, പറ്റുമെങ്കിൽ ഇരുത്താൻ. ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്യണം. റോൾ നമ്പേഴ്സിന്റെ അടിസ്ഥാനത്തിൽ, വെരി ഗുഡ്, ഷാൻപി പറഞ്ഞ ശരിയാണ്. റോൾ നമ്പേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ഇരുത്താൻ പറ്റും. അതന്നെയാണ് അറ്റൻഡൻസ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോഴും എന്താണ് അവിടെയും ഹൈറ്റിന്റെ ഒരു പ്രശ്നം വരും. അങ്ങനെ നമ്മൾ ഇരിക്കുന്നത് ഒരു ഓർഡർ ആയിട്ടില്ല. ഇനി അടുത്തത് ഒട്ടും പറ്റാത്തൊരു രീതിയാണ് എന്താ? റാങ്കിങ് മെത്തേഡ്. ഇറ്റ് ഈസ് നോട്ട് സക്സസ്ഫുൾ. ഒരു കുട്ടിക്ക് ഹൈ റാങ്ക് ഉണ്ട്, അവനെ തന്നെ ഫ്രണ്ടിൽ ഇരുത്തണം. അങ്ങനെ ഇരുന്ന കുട്ടികളുടെ ഇടയിൽ എന്ത് സംഭവിക്കും? എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല കേട്ടോ, ഒന്നും സംഭവിക്കില്ല. ഏറ്റവും റാങ്ക് ഉള്ളവനെയാണ് ഏറ്റവും ഫ്രണ്ടിൽ എടുത്തിരിക്കുന്നത്. സെക്കൻഡ് റാങ്ക് ഉള്ളവന് അതിന്റെ തൊട്ടിപ്പുറത്ത്, തേർഡ് റാങ്ക് ഉള്ളവന് തൊട്ടിപ്പുറത്ത്, അങ്ങനെ ഒരു 5 റാങ്ക് ഉള്ളവർ ഫ്രണ്ടില്, ബാക്കി പഠിക്കാത്ത കുട്ടികളൊക്കെ പുറകില്. കുട്ടികൾക്ക് എന്താ തോന്നുക? ഒന്നും തോന്നില്ല കേട്ടോ. കുട്ടികൾ മെന്റലി എന്താ പറയാ ഡിപ്രസ്ഡ് ആവില്ല കുട്ടികൾ. ഒരിക്കലും അങ്ങനെ ക്ലാസ്സിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും റാങ്കിങ് മെത്തേഡ്സ്. അപ്പൊ എന്താണ് ടീച്ചർ അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുകയാണ് അല്ലെ? അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകാൻ പാടില്ല. പറയുമ്പോൾ നമ്മൾ ഇത്ര ഓർഡേഴ്സ് ഉണ്ടെന്നുള്ള മെത്തേഡ്സിൽ നമുക്ക് ചെയ്യാം, അറേഞ്ച് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൽ ഏറ്റവും പോസിബിൾ ആയിട്ട് വരുന്ന എന്താണ് ഹൈറ്റ് ഓർഡർ അല്ലെ? ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഹൈറ്റ് ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കുട്ടികളെ നമ്മുടെ ക്ലാസ്സിൽ സിറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും അഭികാമ്യം. ഓക്കെ, ഇവിടെ ഗ്രേഡ് എന്ന് പറയുമ്പോൾ റാങ്കിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുട്ടികളെ ഇപ്പോൾ A ഗ്രേഡ് ഉള്ളവരുണ്ടാവാം, B ഗ്രേഡ്, അങ്ങനെ ആ ഒരു അല്ലെങ്കിൽ A+ അല്ലെങ്കിൽ B+ അത്രയുള്ള കുട്ടികൾ ആദ്യത്തെ ബെഞ്ചില്, സെക്കൻഡ് ബെഞ്ചില് B+ ഉള്ള അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഒരു ശരിക്കും പറഞ്ഞ വിവേചനം നമ്മുടെ ക്ലാസ്സിൽ കാണുന്നത്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാനായിട്ട് പറ്റില്ല. അതെ മാം, ഇപ്പൊ എല്ലായിടത്തും റൊട്ടേഷൻ ആണ്, റൊട്ടേറ്റ് ചെയ്തിട്ട്. അതിനടുത്ത് എന്താണ് ഹൈറ്റ് ഓർഡറിലാണെങ്കിൽ നമുക്ക് ഇരുത്തിയിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ കുട്ടികൾ എന്താണ് ഫസ്റ്റ് ബെഞ്ചിലും വരും, സെക്കൻഡ് ബെഞ്ചിലൊക്കെ വരും. ഓക്കെ, ഇനി അതുപോലെ ഫസ്റ്റ് വന്ന കുട്ടികള് അവർക്ക് ഇഷ്ടമുള്ള സീറ്റിലിരിക്കും. ലാസ്റ്റ് ഇപ്പൊ ലേറ്റ് ആകുമ്പോ, അതായത് വന്നവര് അനുസരിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇരിക്കുക, അങ്ങനെ ഒരു സിസ്റ്റം കാണാറുണ്ട്. അതെ, അങ്ങനെ ഇരിക്കുക. പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന ആള് സമ്മതിക്കില്ലത്. ആണ് എന്റെ മകളുടെ അധികം അവള് പറയും, അവളുടെ അധികം ഞാൻ കൊണ്ടാക്കല, അപ്പൊ അധികം ലേറ്റ് ആയിരിക്കും. അപ്പൊ അവളൊരു ഞാൻ ലേറ്റ് ആയിട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് എപ്പോഴും ബാക്കിലായിരിക്കാൻ പറ്റുന്നേ, കാരണം എല്ലാരും ഫ്രണ്ടിലിരിക്കും. പിന്നെ ലാസ്റ്റോട്ട് പോകുന്നവരും ബാക്കിലും. ലേറ്റ് കമർ എന്ന് വെച്ചാൽ ഞാൻ കൊണ്ടാക്കുന്നതാണ് അവളെ. അതുകൊണ്ട് അധികം 7:30 സ്കൂള് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അവളെത്തുമ്പോ 7:40 ആവും എപ്പോഴും. അതുകൊണ്ട് അവളെപ്പോഴും ബാക്കിലായിരിക്കുന്നത്. ഓ, നേരത്തെ എഴുന്നേൽപ്പിച്ച് 10 മിനിറ്റിനുള്ളിൽ മുന്നെങ്കിലും സ്കൂളിൽ എത്തിച്ചേർക്കുക കേട്ടോ. ശ്രമിക്കാറുണ്ട്, പക്ഷെങ്കിൽ അവൾ എണീപ്പിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ടൈം ആവും. ശരിയായിക്കോളും കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങള് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് പഠിക്കേണ്ടതിന് ഈ പേരുകൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഏതൊക്കെയാണ് 4 ടൈപ്സിൽ നമുക്ക് കുട്ടികൾ ഇരുത്താം? ഹൈറ്റ് ഓർഡർ, ആൽഫബറ്റിക്കൽ ഓർഡർ, അറ്റൻഡൻസ് ഓർഡർ ആൻഡ് റാങ്കിങ് മെത്തേഡ്. ഓക്കെ, ഇപ്പൊ പരീക്ഷയൊക്കെ നടന്നപ്പോ മനസ്സിലായില്ലേ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്? ഒബ്ജക്റ്റീവ് ആണ്, വലിയ കാര്യമായിട്ട് ഉള്ളിൽ നിന്നും എക്സ്പ്ലനേഷൻസ് ഒന്നും വരില്ല എന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മനസ്സിലായി.
പേജ് നമ്പർ പക്ഷെ എത്രയാണ്? എഡ്യൂക്കേഷൻ സൈക്കോളജി കുറച്ച് കുഴപ്പിച്ചിട്ടുണ്ടായിരുന്നു, കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പേജ് നമ്പർ നിങ്ങൾ ഒന്ന് പറയൂ. ഡിഫറൻസ് മെക്കാനിസം എങ്ങനെ എഴുതി പരീക്ഷ? ഇനി ഉണ്ടായിരുന്നു ഡിഫറൻസ് മെക്കാനിസം 180 100 അത് പേജ് നമ്പറാ. ചോദിക്കുന്നുണ്ട് അവരുടെ അതാ ഏത് പരീക്ഷയാണ് നോക്കുകയാണത്. ഓക്കെ, ഇനി അങ്ങോട്ടുള്ള പരീക്ഷ ഒന്നും എളുപ്പമാണെന്നൊന്നും ആരും വിചാരിക്കുന്നില്ല കേട്ടോ, പാടായിരിക്കുള്ളൂ. നെക്സ്റ്റ് യൂണിഫോംസ് ആണ് കേട്ടോ. യൂണിഫോംസ് സാധാരണ ഇത് നിങ്ങളേക്കൊക്കെ ക്ലാസ് എടുപ്പിക്കാറാണ് ചെയ്യാറ്, പക്ഷെ നമ്മള് അങ്ങനെ ഉണ്ടായില്ല, അതുകൊണ്ടാണ് തരാൻ. പറഞ്ഞിരുന്നോ നിങ്ങളോട് യൂണിഫോംസ് എടുക്കാനായിട്ട്? ഇല്ല മാം, പറഞ്ഞില്ല. ഇല്ല മാം, നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഉണ്ടെങ്കിൽ മാത്രം യൂണിഫോം പറഞ്ഞിട്ടുണ്ട്. Spring the uniforms are used. Pinafores and slacks are the uniform for girls. Half pants and slacks are given for boys. Kerchiefs and ribbons are also given with the uniform. Tie and shoes are not necessary in warm countries like India. Sometimes it's bad for the students. When we are helping on the uniforms, we should think about the health condition of the children. ഇവിടെ യൂണിഫോംസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും അല്ലാതെ ക്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഓക്കെ, യൂണിഫോംസ് മാത്രമുള്ളതായിട്ട് ഇതിൽ ഉൾപ്പെടുന്നത് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ക്ലാസ് റിലേറ്റഡ് ആയിട്ട്. അപ്പം ഇവിടെ നമുക്കറിയാം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം യൂണിഫോം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ സ്കൂളിൽ യൂണിഫോം ധരിക്കുന്നത്? എന്തുകൊണ്ടാണ്? യൂണിഫോമിറ്റി ഉണ്ടാവാൻ. യെസ്, വെരി ഗുഡ്. യൂണിഫോമിറ്റി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിഫോംസ് യൂസ് ചെയ്യുന്നത്. സ്കൂളിന്റെ ഒരു സ്ട്രക്ചർ ആണ് അല്ലെ, അതിന്റെ കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. നമ്മള് പെൺകുട്ടികൾക്ക് ഏത് തരത്തിലുള്ള യൂണിഫോംസ് ആണ്? പിനഫോംസ് ആൻഡ് സ്ലാക്സ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പിനഫോംസ് കേട്ടിട്ടുണ്ട് മോൾക്കഥ. കാണിച്ചു തരാം. നമ്മള് ശരിക്കും പെറ്റിക്കോട്ടൊക്കെ പോലെ ഇരിക്കില്ലേ, കണ്ടിട്ടില്ലേ നിങ്ങള്? വള്ളിയുള്ളതല്ലേ വരുന്നതാണോ താഴോട്ട് ഇങ്ങനെ? ഇങ്ങനെ കുറച്ചും കൂടി ഇത് കണ്ടോ? ഞാനും ചെയ്തായിരുന്നു. ഓക്കെ, കാണാലോ. പണ്ട് സ്കൂളിൽ ഇങ്ങനെയായിരുന്നു. സ്ലാക്സ് എന്താണ്? സ്ലാക്സ് കണ്ടിട്ടില്ലേ? സ്ലാക്സ് നമ്മുടെ ലൂസ് ബോട്ടം ഇല്ലേ, ലൂസ് ബോട്ടം സ്ലാക്സ് പേപ്പേഴ്സ്. ശരിക്കും പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനത്തെ ലൂസ് ബോട്ട്സിനെ നമ്മള്, അതായത് ടൈറ്റ് അല്ലാത്ത ലൂസ് ആയിട്ടുള്ള ബോട്ടം, നമ്മുടെ ജെയിലിന്റെ ബാൻഡ് പോലെ ഇരിക്കില്ലേ, അതിനെയാണ് നമ്മൾ സ്ലാക്സ് എന്ന് പറയുന്നത്. അതാണ് ഗേൾസിന് പ്രിഫർ ചെയ്തിരുന്നത്. ബോയ്സിന് എങ്ങനെയാണ്? ഹാഫ് പാൻസ് ആൻഡ് സ്ലാക്സ്. അതെങ്ങനെയായിരിക്കും ഹാഫ് പാൻസ് പറയുന്നത്? എങ്ങനെയായിരിക്കും ഇപ്പൊ അത്? ഹാഫ് പാൻസ് ട്രൗസർ ആണോ? ട്രൗസർ പോലെ ട്രൗസേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ട്രൗസേഴ്സ് അല്ലെങ്കിൽ സ്ലാക്സ് അല്ലെങ്കിൽ എന്താണ്, വലിയ നീളമുള്ള ലൂസ് ആയിട്ടുള്ള ബോട്ടംസ് ആയിരിക്കും അവർക്ക് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഷർട്ട്സിന് ആരോട് പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, ചില യൂണിഫോംസിൽ എന്താണ് ടീഷർട്ട്സ് വരാറുണ്ട്, അല്ലെങ്കിൽ റൗണ്ട് നെക്കിന്റെ ഷർട്ട്സ് ബോയ്സിന് വരാറുണ്ട്. പല സ്കൂളിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്താ യൂണിഫോംസ് വരുന്നത്. നമുക്ക് ആരുടെ പ്രത്യേകമായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, എങ്കിലും നമുക്ക് KG സെക്ഷനിലെ കുട്ടികളുടെ യൂണിഫോംസ് ഒരു പ്രത്യേകതയാണ് എപ്പോഴും അല്ലെ. KG സെക്ഷൻ, pre-KG തുടങ്ങിയുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളുടെ യൂണിഫോംസിന് ഒരു പ്രത്യേക തരമാണ്, കാണാനും പ്രത്യേക ഭംഗിയായിരിക്കുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊന്നും കൂടാതെ തന്നെ യൂണിഫോംസും പാൻസും ഷർട്ട്സും കൂടാതെ തന്നെ അവരുടെ കൂടെ എന്തുണ്ടാവും? കർച്ചീഫ്സ് ആൻഡ് റിബൺസ് അല്ലെ. യൂണിഫോംസിന്റെ കൂടെ കർച്ചീഫ്സും റിബൺസും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. Then tie and shoes are not necessary in warm countries. Warm countries നമ്മൾ ചൂടുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ടൈസും ഷൂസും, ടൈയും ഷൂവും അലൗഡ് അല്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ സ്കൂളുകളിലൊക്കെ മിക്ക കുട്ടികൾ ഇടാറില്ലേ ടൈയും ഷൂസ് ഒക്കെ? ടൈ ഇട്ടാറുണ്ട്, ഷൂ ഇടാറുണ്ട് ഇല്ലേ? ആവശ്യമില്ലാത്ത വെച്ചിട്ടുണ്ട് ഇവിടെ. നമ്മുടെ ടെക്സ്റ്റില് ചില സമയത്ത് ചില ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതുപോലെയാണ് ഇത് വന്നേക്കുന്നത്. അത് തെറ്റാണ്.
ടൈയും ഷൂസ് ഒക്കെ എല്ലാം ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ പോലും ഇപ്പൊ അത് വരുന്നുണ്ട്. കൺട്രീസ് ഒന്നും നോക്കിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ പ്രിഫർ ചെയ്യുന്ന കാര്യമാണ്. പിന്നെ അത് ചില സമയത്ത് കുട്ടികൾക്ക് ബാഡ് ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. When we are helping on the uniform, we should think about the health condition of the children. നമ്മളൊരു യൂണിഫോമിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അതിന്റെ ഭംഗിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കുട്ടികളുടെ കംഫർട്ട്നെസ് ആണ്. കുട്ടികൾക്ക് ഹെൽത്തിനത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ള രീതിയിലായിരിക്കണം നമ്മളത് തയ്യാറാക്കുന്നത്. ഒരിക്കലും നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള യൂണിഫോംസ് എവിടെയെങ്കിലും പ്രിഫർ ചെയ്യോ? ടൈറ്റ് യൂണിഫോംസ് ഇല്ല. ഇല്ല. അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ് അതിന് അവർക്ക് ഉതകുന്ന രീതിയിൽ മാച്ച് ആവുന്ന രീതിയിലുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് മാത്രം, യൂണിഫോംസ് മാത്രമേ കുട്ടികളെ നമുക്ക് ധരിപ്പിക്കൂ. അടുത്തത്, the uniform of the children. The teacher is only liable to answer if any one of the children is not wearing the uniform in her class. എന്താണ് ആ പോയിന്റിൽ പറയുന്നത്? ഒരു കുട്ടി ക്ലാസ്സിൽ യൂണിഫോം ഇട്ടില്ലെങ്കിൽ അതിന്റെ ചോദ്യം അതാരായിരിക്കും അതിന് ശ്രദ്ധിക്കുന്നത്? ആരാണ് ശ്രദ്ധിക്കുന്നത്? ക്ലാസ് ടീച്ചർ ആയിരിക്കും ശ്രദ്ധിക്കുന്നത്. ക്ലാസ് ടീച്ചർ തന്നെയാണ് അതിന് ഉത്തരം പറയേണ്ടത് അല്ലെ. എല്ലാ കുട്ടികളും നിർബന്ധമായിട്ട് യൂണിഫോം ധരിക്കണം. വല്ലാത്ത കുട്ടികളെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനായിട്ട് അധ്യാപകർക്ക് കഴിയും. ക്ലാസ്സിൽ ആരാണ് യൂണിഫോം ഇല്ലാതിരിക്കുന്നത്? എല്ലാവരും നിർബന്ധമായിട്ട് ഇടേണ്ടതാണെന്ന് യൂണിഫോംസ് എന്ന് പറയുന്നത്. അപ്പൊ അതിട്ടില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പറയേണ്ടത് അധ്യാപകരായിരിക്കും കേട്ടോ. പാരന്റ്സിനേക്കാൾ കൂടുതൽ അതിന് ഉത്തരം പറയേണ്ടത് അവിടെ അധ്യാപകർ തന്നെയാണ്. പാരന്റ്സിനൊന്നും ആ സമയത്ത് നോക്കുന്നില്ല. ഓക്കെ, ഇനി എബൌട്ട് നിങ്ങൾ വെറുതെ കേട്ടിരുന്നാൽ മതി, പ്രത്യേകിച്ച് ഇതിലൊന്നുമില്ല. എബൌട്ട് കണ്ടെയ്ൻ കർച്ചീസ് ആൻഡ് റിബൺസ് ആൽസോ ഇൻ ദ യൂണിഫോം. ഇനി യൂണിഫോംസിന്റെ കൂടെ നമ്മൾ കൊടുക്കേണ്ട എന്തൊക്കെയാണ് കുട്ടികളുടെ കൂടെ? കർച്ചീസ്, പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കർച്ചീസ് കൊടുക്കുക. അതുപോലെ എന്താണ്? റിബൺസ് അല്ലെ. റിബൺസ് അലൗഡാണ്. റിബൺസ് നിർബന്ധമായിട്ട് രണ്ട് സൈഡിൽ പിന്നിട്ടോ അല്ലെങ്കിൽ മടക്കോ എങ്ങനെ വേണമെങ്കിലും കെട്ടാം. പിന്നെ അബൌട്ട് ടേക്കിംഗ് കെയർ ഓഫ് ദ ബിലോങ്നെസ് ഓഫ് ദ ചിൽഡ്രൻ. ഈ കുട്ടികളുടെ കൂടെയുള്ള സാധനങ്ങൾ അല്ലെ, അവരുടെ ബാഗിൽ വെക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? ലൈക്ക് ടിഫിൻ ബോക്സസ്, ചപ്പൽസ്, ബാഗ്, വാട്ടർ ക്യാൻ, പെൻസിൽ ബോക്സ് ആൻഡ് സ്ലേറ്റ്സ്. ചപ്പൽസ് വരില്ലട്ടോ, അതങ്ങ് വെട്ടിക്കളഞ്ഞേ. ചപ്പൽസ് നിങ്ങൾ ബാഗിൽ കൊടുത്തുവിടാറുണ്ടോ കുട്ടികൾക്ക്? ഇല്ല. ഇല്ല. അപ്പൊ ചോദിക്കേണ്ട ടീച്ചർ എന്താണത്? സംശയമില്ലാത്ത ക്രയോണാ മിസ് ഉദ്ദേശിക്കുന്നത്? ക്രയോൺസോ ചപ്പൽസോ? അതായിരിക്കും ഉദ്ദേശിച്ചത്. അങ്ങനെ ബാഗിനകത്ത് നല്ലല്ലോ മിസ്സേ, കൂടെ ഉള്ളതെന്നല്ലേ അവർക്ക് അതിന് യൂണിഫോമിന് ചെരുപ്പ് കൊടുത്തുവിടോ കുട്ടികളുടെ? കൊടുത്തുവിടാറുണ്ടോ? കൂടെ ധരിച്ചോണ്ടല്ലേ. ഷൂ ആണെങ്കിൽ ഷൂ. അല്ലാതെ നമ്മൾ ചപ്പൽസ് ആണോ കുട്ടികൾക്ക് കൊടുക്കുന്നത്? ഷൂസ് അല്ലേ ഉപയോഗിക്കുന്നത് യൂണിഫോംസിലെ കൂടെ? ഷൂസ് ആണ്. ചപ്പൽസ് വെട്ടിക്കോളൂ. അത് ഇവിടെ വെട്ടിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. അത് കയറി വന്നാക്കുന്ന സെന്റൻസ്. ഇനി വേറെ ക്രയോൺസ് എന്ന് പറഞ്ഞത്, ക്രയോൺസ് വേണമെങ്കിൽ വെച്ചോളൂ. ഞാൻ വിഷം അങ്ങ് മാറ്റാം. അല്ല, ഇപ്പോ ക്രയോൺസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ക്രയോൺസ് എന്ത് വേണമെങ്കിലും നമുക്ക് ചപ്പൽസ് ഒന്നും വേണ്ട. കുട്ടികളുടെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് തന്നെ പേരൊക്കെ എഴുതി വാങ്ങി നമ്മൾ തന്നെ സൂക്ഷിക്കും. അപ്പൊ ആ ടൈം ആകുമ്പോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അത് അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെന്താണ്? ടൈ, ബെൽറ്റ് ആൻഡ് ന്യൂ മെത്തേഡ് ഓഫ് പിന്നിങ് ദ ഐഡന്റിറ്റി കാർഡ്. ഇനി ഇതൊന്നും കൂടാതെ യൂണിഫോംസിന് ഇവിടെ മറ്റു കുറച്ച് സാധനങ്ങളുണ്ട്. ചിലരുടെ ബാഡ്ജസ് ഉണ്ടാവും അല്ലെ, സ്കൂളിന്റെ എംബ്ലം ഉണ്ടാവും, ടൈ ഉണ്ടാവും, ബെൽറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ ഐഡന്റി കാർഡ് നമ്മളിപ്പോ കഴുത്തിലിടാതെ ഇപ്പൊ ചില പിൻ ചെയ്യുന്ന കാർഡ്സ് ID കാർഡ് വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ നിങ്ങള്? അതിങ്ങനെ സ്റ്റിക്ക് ചെയ്താൽ മതി വെറുതെ. നമ്മളതിനെ ടച്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് അതവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിരുന്നോളൂ. കണ്ടോ ഐഡന്റിറ്റി കാർഡ്? ഇങ്ങനെയുണ്ട്. മിക്ക സ്കൂളുകളിൽ ഇപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം വന്നിട്ടുണ്ട്. കഴുത്തിൽ ഇടണമെന്നില്ല, ജസ്റ്റ് അവർക്ക് ഇവിടെ നമ്മുടെ ബാഡ്ജസിന്റെ കൂടെ തന്നെ ID കാർഡ്, ജെന്റ്സ് ബോയ്സ് ആണെങ്കിൽ അവർക്ക് പാൻസിന്റെ നമ്മുടെ ബെൽറ്റില്ലേ, ബെൽറ്റിന്റെ അവിടെ കണക്ട് ചെയ്താൽ മതി. അങ്ങനത്തെ രീതിയിൽ ഇപ്പൊ ID കാർഡുകൾ വരുന്നുണ്ട്. ഓക്കെ, കുട്ടികൾ എന്തൊക്കെ അണിഞ്ഞിട്ടാണ് സ്കൂളിൽ പോണത്? ബാഗ്, കൊട മാത്രമല്ലാതെ യൂണിഫോമിൽ തന്നെ ബെൽറ്റ്, ഷൂസ്, ടൈ, കർച്ചീഫ്, പെൻസിലാണെങ്കിൽ റിബൺ, അതൊക്കെ സാധനങ്ങൾ ഉണ്ടാകും. ഒരു ബുദ്ധിമുട്ടാണ്. പോണ പോക്ക് തന്നെ ഒരു കഷ്ടമാണ് അല്ലെ. പോണത് ഒരു ബാങ്കക്കെട്ടായിട്ടാണ് പോണത്. ബുക്കിന് തന്നെ ഒരുപാട് വെയിറ്റ് ഉണ്ടാവും. ഇതിന്റെ കൂടെ ഇത്തരം സാധനങ്ങൾ ഇട്ടിട്ടാണ് നിങ്ങൾ പോകണം. ഇനി അബൌട്ട് ദ ഡ്രോബാക്ക് ഓഫ് ഷൂസ്. ഇതെന്താണ് കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? അബൌട്ട് ദ ഡ്രോബാക്ക് ഓഫ് ഷൂസ് എന്ന് പറഞ്ഞാൽ എന്താ? മഴക്കാലത്ത് ഷൂ ഇടാൻ പറ്റാതെ
സാൻഡിൽസ് ഇടുന്നത് അതാണോ? മഴക്കാലത്തെ കാര്യമാണോ അവൾ പറഞ്ഞത്? ഷൂസിന്റെ പോരായ്മകളെ കുറിച്ച്. ഷൂസിന്റെ പോരായ്മകൾ ആണോ? എന്താണ് ഷൂസിന്റെ പോരായ്മ? ലേസ് കെട്ടുന്ന കാര്യം എന്താ ഉദ്ദേശിച്ചത്? കാര്യമാണ് കേട്ടോ പറയുന്നത്. തന്നെ നമ്മള് ബാക്ക് ഷൂസ് കുട്ടികളെ ബാക്കിൽ ഇങ്ങനെ ഇറക്കിയതില്ലേ, നിങ്ങൾക്ക് പലർക്കും അറിയില്ല. നമ്മുടെ ഇപ്പൊ പൂച്ചി ഭാഗത്ത് ഇങ്ങനെ വലിച്ചിടാറില്ലേ താഴത്തേക്ക് ഇറക്കാൻ വേണ്ടി. ഇപ്പൊ എല്ലാം മറ്റേ സ്റ്റിക്കേഴ്സിലല്ലേ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് വെൽക്രോയിലാണ് ഇപ്പൊ മിക്ക ഷൂസും വരുന്നത്. ചിലതിൽ മാത്രം എന്ത് വരുന്നത് ഷൂ ലൈസസ് വരുന്നത്. ചില കുട്ടികൾക്ക് ഇത് അയച്ചു കഴിഞ്ഞാൽ ഇത് താഴത്തേക്ക് ഇങ്ങനെ നമ്മുടെ ഇവിടെ മുക്കൂറ്റിയുടെ അവിടെ നിന്ന് വിടിയിച്ചാൽ മാത്രമല്ലേ ഷൂ കാലിന്ന് ഉരുപ്പോരുള്ളൂ. അത് പല കുട്ടികൾക്ക് അറിയാൻ പാടില്ല. അപ്പൊ നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം കുഞ്ഞുങ്ങൾ. ഇപ്പൊ ചില ക്ലാസ്സിൽ കയറുന്നത്, യോഗ ക്ലാസ്സിൽ കയറുന്ന സമയത്ത് ഷൂസ് അയക്കേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു സന്ദർഭങ്ങളിലാണ് കുട്ടികൾ ഷൂസ് അയക്കുന്നത്. അല്ലാത്ത സിറ്റുവേഷൻ പിന്നെ കമ്പ്യൂട്ടർ ക്ലാസ്സിലൊക്കെ ഷൂസ് അലൗഡ് ആണ് അല്ലെ? കമ്പ്യൂട്ടർ ക്ലാസ്സൊക്കെ കൊണ്ടുപോകുമ്പോ ഷൂസ് അലൗഡ് ആണല്ലോ. അതെ. ഇത് നമ്മൾ യോഗ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന എന്തെങ്കിലും വാമപ്പ് ചെയ്ത ക്ലാസ്സിലാണ് കുട്ടികൾക്ക് ദൂരേണ്ട സിറ്റുവേഷൻ വരുന്നത്. ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ദൂരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോണ്ടിസോറി തന്നെ ഷൂസ് ലൈസസ് കിട്ടുന്നതും മൈക്രോസ് ഒക്കെ ഊരുന്നതൊക്കെ പഠിക്കുന്നുണ്ട്. പ്രാക്ടിക്കൽസ് തുടങ്ങുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ കൂടുതലും ലേസ് അല്ലല്ലോ, മറ്റേ ഒട്ടിക്കുന്ന ടൈപ്പ് അല്ലേ? അതിനുള്ള നമ്മൾ കാണിക്കുന്നുണ്ട്. ഇപ്പൊ കൂടുതൽ അതാണ് സൂട്ടബിൾ കുട്ടികൾക്ക്. കുട്ടികൾക്ക് കുറച്ചും കൂടി ഈസി വേ അതാണ്. അപ്പൊ അത് പ്രിഫർ ചെയ്യുന്നുണ്ട്. അതാ എപ്പോഴും ലേസ് ഇങ്ങനെ അഴിഞ്ഞു പോയിട്ട് അത് ഭയങ്കര ഡിസ്റ്റർബൻസ് അല്ലേ? അപ്പൊ വെൽക്കോ പോലെയാണെങ്കിൽ അത് നന്നായിരിക്കും. ഡിസ്റ്റർബൻസ് മാത്രമല്ല മാം, അവര് ഫൈനും അടയ്ക്കാൻ പറയും. നിങ്ങൾക്ക് ചെയ്യാനുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയുള്ള വർക്കുകളാണ് അതൊക്കെ. ചെയ്തിട്ടുണ്ട്. ചെയ്തു അത്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നിങ്ങളോട് റെക്കോർഡുമായി ബന്ധപ്പെട്ട്. അതൊക്കെ നമ്മളൊന്ന് പെട്ടെന്ന് തീർത്താക്കട്ടെ, ഇത് കഴിയും. ഇനി about the latecomers, there are two types of latecomers. നമ്മൾ അധികം ശ്രദ്ധിക്കാതെ വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇതിനൊക്കെ ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടാവുന്ന ചിന്തിക്കരുത്. ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് സ്കൂളിലെ ക്ലാസ് റൂമിൽ രണ്ട് തരത്തിലുള്ള latecomers ഉണ്ട്, രണ്ട് ടൈപ്പ്. ആരൊക്കെയാണ്? ഒന്ന് റെഗുലർ latecomers, ഒക്കേഷൻ latecomers. റെഗുലർ ആയിട്ട് വൈകി വരുന്ന കുട്ടികളുണ്ടാവും അല്ലെ? ഇതിന് ഇടയ്ക്ക് ഒക്കേഷൻ വല്ല കാലങ്ങളിലും മാത്രം ലേറ്റ് ആവുന്ന കുട്ടികളുണ്ട്. അപ്പൊ അതും എന്താണ് അധ്യാപകർ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ രണ്ട് ടൈപ്പ് ഓഫ് latecomers ഉണ്ടെന്ന് ആദ്യം നിങ്ങൾ തിരിച്ചറിയാം. ആരൊക്കെയാണെന്ന്? ഒന്ന് റെഗുലർ ആയിട്ട് വൈകി വരുന്ന കുഞ്ഞുങ്ങളുണ്ടാവും അല്ലെ? ഓക്കെ. പിന്നെന്താണ്? ഒക്കേഷണൽ latecomers. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഇനി about tearing up of books and notebooks. ഇനി കുട്ടികളോട് നമ്മൾ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ടിയറിംഗ് അപ്പ് ഓഫ് ബുക്സ് ആൻഡ് നോട്ട്ബുക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടിയറിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പുസ്തകങ്ങൾ ഒരിക്കലാതിരിക്കാന്നുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. പുസ്തകങ്ങൾ എങ്ങനെയാണ് ബാഗിലേക്ക് എടുത്ത് വെക്കേണ്ടത്, അല്ലെങ്കിൽ അവർ പിടിക്കുമ്പോൾ ചിലപ്പോൾ വലിച്ചെടുക്കാതെ ആ മെത്തേഡ് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഒരു ബുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അടയ്ക്കേണ്ടത് എങ്ങനെയാണ്, എവിടെ പിടിച്ചിട്ടാണ് ബാഗിലേക്ക് വെക്കേണ്ടത്, ഏത് സൈഡിലാണ് ബാഗിന്റെ ഉള്ളിലേക്ക് വെക്കേണ്ടത്, വ്യക്തമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത്, ഡെസ്കിൽ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം ബുക്സ് അവിടെ ഡെസ്കിൽ വെക്കേണ്ടത്, അതായത് വളരെ കൃത്യമായിട്ട് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ. പുസ്തകം ഒരിക്കലും കീറാതെ സൂക്ഷിക്കണം കുട്ടികളെ കൂടെ. Then about missing and losing paper pencils and slate pencils, many of the parents are angry when the children often ask their parents to buy the pencil. Sometimes the responsibilities on the teachers and blame them. ഇനി നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ എന്ത് കൊടുത്തു വിട്ടാലും ചിലപ്പോ പലതും കളഞ്ഞിട്ടായിരിക്കും വീട്ടിൽ വരുന്നത് അല്ലെ? നമ്മള് എല്ലാ ബോക്സും പുതിയതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ തിരിച്ചു വരുമ്പോ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവോ? എല്ലാം അതേപോലെ ഉണ്ടായിരുന്നോ? ഇല്ല. ഏതെങ്കിലുമൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കും, സ്നേഹത്തോടെ ആരെങ്കിലും കൊടുക്കും അല്ലെ? രണ്ട് പെൻസിലിൽ ഒരു പെൻസിൽ കൊടുക്കാനുള്ള മനസ്കത ഉള്ള കുട്ടികളൊക്കെ ഇന്നിപ്പോ ഓക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ ഇത് പാരന്റ്സ് എന്താ പറയുന്നത്? ഇതൊരു പാരന്റ്സ് അത് ബുദ്ധിമുട്ടാക്കി എടുക്കുക, അത് പ്രശ്നമാക്കി എടുക്കുക. പക്ഷെ അത് ആരുടെ തലയിലാക്കിയാണ് വെച്ചു കൊടുക്കുന്നത്?
ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി കുറവാണെന്നുള്ള രീതിയിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകണം. അവിടെ അങ്ങനെ ഒരു പ്രശ്നം അങ്ങനെ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അത് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാണ്. പാരന്റ്സ് അങ്ങനെ വിളിച്ച് പറയുന്നത്, എന്റെ കുട്ടിയുടെ എല്ലാ ദിവസവും പെൻസിൽ പോവുകയാണ്, പെൻസിൽ കാണുന്നില്ല, സ്കെയിൽ ഒടിഞ്ഞു പോവുകയാണ്, അത് കാണുന്നില്ല, ഇത് കാണുന്നില്ല. ടീച്ചറിനെ എപ്പോഴും ഇങ്ങനെ വിളിച്ച് പറഞ്ഞ ടീച്ചർ ഒരു കാര്യം ഓർമ്മയല്ലേ, എന്റെ അനിയത്തിയുടെ മോന് ഇപ്പൊ ആള് LKG-യിലാണ്, ഇപ്പൊ ചേർത്തിട്ടേ ഉള്ളൂ. അപ്പൊ ആള് കുട്ടീനോട് എന്നും പറയും എന്ത് സ്കൂളിൽ കൊണ്ടായാലും എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന്. അത് കാരണം കൊണ്ട് കുട്ടി ഡെയിലി കൊണ്ടുപോകുന്ന പെൻസിലും കട്ടറൊക്കെ എല്ലാവർക്കും കൊടുത്തു വരുന്നു വീട്ടില്. അനുസരണമുള്ളൊരു കാര്യം ചെയ്തതല്ലേ. Then about getting the leave letter from the children. Last one എന്താണ് പറയുന്നത്? About getting the leave letter from the children. നിങ്ങൾ കുട്ടികൾക്ക് ലീവ് ലെറ്റർ കൊടുത്തുവിടാറുണ്ടോ? ആബ്സെന്റ് ആവുന്ന സമയത്ത്? ഉണ്ട്. നിർബന്ധമായിട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമായിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പൊ നമ്മളും പഠിക്കും ലീവ് ലെറ്റർ എഴുതാൻ, അവരും പഠിക്കും ലീവ് ലെറ്റർ എഴുതാൻ, അല്ലെ? ഇവിടെ ലെറ്റർ ഫോംസ് പഠിക്കും. അതേപോലെ തന്നെ ഇപ്പൊ കുറെ ദിവസം ഇപ്പൊ വാട്സപ്പ് ഒക്കെ വന്നിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുമായിരിക്കില്ല, വോയിസ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ടീച്ചർ കാര്യം ലെറ്റർ ഫോം ഇല്ല. ഇപ്പൊ ഡയറിയില് ഇങ്ങനെ കള്ളി പോലെയുള്ള റെക്കോർഡ് ഉണ്ടാവും അല്ലെ, നമ്മുടെ ഡയറിയുടെ അതിലുണ്ടാവും. അല്ലെങ്കിൽ മെയിലായിരിക്കും. അങ്ങനത്തെ പല സംവിധാനങ്ങളും ഉള്ളത്. നമ്മളിപ്പോ ലീവ് ലെറ്റർ അധികം ആരും യൂസ് ചെയ്യാറ്, പക്ഷെ അത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ അത്രത്തോളം പഠിക്കും, കുട്ടിയും പഠിക്കും. ഇപ്പോഴത്തെ ലീവ് ലെറ്റർ ലെറ്റർ ആയിട്ട് വേണ്ടല്ലോ മാം, ജസ്റ്റ് ആ കാരണം മാത്രം മതി, അതും സൈന് മാത്രം മതി. ഇപ്പൊ വലിയ ഫോംസ് ഒന്നും വേണ്ടെങ്കിലും ലീവ് ലെറ്റർ എഴുതാൻ പഠിക്കുന്നത് നല്ലതാണ്. ഇംഗ്ലീഷിൽ അത്രത്തോളം ഒരു കുട്ടി എന്താണ് ലീവ് ലെറ്റർ എന്നൊക്കെ പഠിക്കാൻ, ഇതിന് വേണ്ടിയിട്ടാണ് അതിന്റെ പ്രാധാന്യം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്കൂളിൽ അതില്ല. ഇപ്പൊ ഡയറിയിൽ ഒരു കോളം ഉണ്ട്, റെക്കോർഡ്, ലീവ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാരണം മാത്രം എഴുതിയാൽ മതി, ഡേറ്റ്, എന്ന് മുതലാണ് വരാതിരിക്കുന്നത്, എന്ന് മുതലാണ് വന്നത്, ആ ഒരു സമയം വരെയുള്ള ഡേറ്റ് മാത്രം അവിടെ എഴുതിയാൽ മതി, അല്ലെ? അങ്ങനെയാണ്. പിന്നെ പാരന്റ്സിന്റെ സൈനും ടീച്ചേഴ്സിന്റെ സൈനും ഉണ്ടോ? അത്രയല്ലേ ഉള്ളൂ ഒരു കോളത്തില്? അതെ. ഓക്കെ. അത്രയുള്ള യൂണിഫോംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, പ്രത്യേകിച്ച് അതിലൊന്നുമില്ല കേട്ടോ. പിന്നെന്താണ്, ഇനി നിങ്ങളത് കേട്ടിട്ടുണ്ടോ? ജപ്പാനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് റൂം, ഹീറോ ഹീറോയിൻ മേക്കിംഗ് ക്ലാസ് കേട്ടിട്ടുണ്ടോ? ജപ്പാനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ്സസ്. ഇല്ല. To bring out the individual talent, a period in a day is shared to student of the class. Likewise, this chance is given to every student. He or she is declared as a hero or heroine of the day. ഇത് ജപ്പാനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് റൂം ആണ്. നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം അല്ല, എവിടത്തെയാണ്? ജപ്പാനിലെയാണ്, അല്ലെ? എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അതായത് ഒരു ദിവസം ഒരു പീരീഡ് ഒരാൾക്ക് കൊടുക്കണം. ആർക്കാണ് കൊടുക്കുന്നത്? ഓരോ ഇൻഡിവിജ്വൽസിന്, ആൺകുട്ടിയാവാം പെൺകുട്ടിയാവാം, അവർക്ക് കൊടുക്കുകയാണ്. എന്താണ് അന്നത്തെ ദിവസം അവരുടെ ആ ഒരു ദിവസം ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അവരായിരിക്കും അന്നത്തെ ദിവസത്തെ ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ ആകുന്നത്. ഓക്കെ. പിന്നെ ഇത് എല്ലാ സ്റ്റുഡൻസിനും എന്താണ് ഓരോ ദിവസം ഈ ഒരു ചാൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർ തന്നെ സ്വയം അക്സെപ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സ്വയം അവർ അംഗീകരിക്കുക. എന്താണ് അവരെ ആ ഒരു പീരീഡ് കിട്ടുന്ന സമയത്ത് അവരാണ് അവരുടെ ഒരു ഹീറോ ആയിട്ടാണ് അവരവരെ, അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ ഹീറോ, അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ ഹീറോയിനായിട്ട് അവരവിടെ കൺസിഡർ ചെയ്യും. ഇത് ജപ്പാനിന്റെ ഒരു സ്പെഷ്യൽ ക്ലാസ് റൂം ഫെസിലിറ്റീസ് ആണ്. പക്ഷെ ഇതിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ എന്താണ്, പേനെടുത്തോ, പറഞ്ഞുതരാം, എടുത്തിരിക്കോ, പേനെടുക്കട്ടോ കേട്ടോ. In Japan, special classes വേണ്ട ഒരു മിനിറ്റ് അതങ്ങ് കിട്ടിയേ. Japan has a system called, അവിടെ തുടങ്ങി എഴുതിയാൽ മതി. Japan has a system called ജപ്പാനിലുള്ള സിസ്റ്റത്തിന്റെ പേരാണ് എന്ത്? സ്പെഷ്യൽ നീഡ്സ് എഡ്യൂക്കേഷൻ. എന്താ മിസ് സ്പെഷ്യൽ? NEEDS,
needs education. Okay. നമ്മൾ ആർക്കൊക്കെയാണ് സ്പെഷ്യൽ നീഡ്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്? ഇങ്ങനെയുള്ള കുട്ടികൾക്കാണ്. Write down. To support students. To support students with the physical or mental disabilities. Comma, aiming, AIMING, and ലക്ഷ്യമിടുന്നത് aiming to foster foster their self-reliance, their self-reliance, RELAINCE, self-reliance and social participation. ഒന്നുകൂടി വായിക്കാം. Japan has a system called special need education. അത് നമ്മൾ ഇൻവെർട്ടഡ് കോമയിൽ ഇടാം ട്ടോ. Then to support students with physical or mental disabilities, aim to foster their self-reliance and social participation. Okay. എന്താണ് അപ്പൊ ജപ്പാനിലെ സ്പെഷ്യൽ ക്ലാസ് റൂമിന്റെ പ്രത്യേകത എന്താണ്? എങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്? ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡിസബിലിറ്റീസ് ആയിട്ടുള്ള കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്ത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ് റൂം സിസ്റ്റം ആണ് എന്ത്? ജപ്പാനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് സ്വയം പര്യാപ്തത നേടുന്നതിനും അതോടൊപ്പം തന്നെ സോഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്ന് വെച്ചാൽ ക്ലാസ്സിലെ കുട്ടി ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് മറ്റു കുട്ടികളുമായിട്ട് ഇന്ററാക്ഷൻസ് വരെയാണ് അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിലും അവർക്ക് വേണ്ടി ഒരു പീരീഡ് നമ്മൾ കൊടുക്കുകയാണ് അല്ലെ. അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ആയിട്ടുള്ളത് ഒരു പീരീഡ് ഒരു കുട്ടിക്ക്. അപ്പൊ അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ കുട്ടിക്ക് എന്താണ് കുറച്ചുകൂടി സോഷ്യൽ പാർട്ടിസിപ്പേഷൻ അവിടെ കിട്ടുകയാണ്. നല്ലൊരു സംരംഭം അല്ല അത് ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ക്ലാസ് റൂം സംവിധാനം. അതെ. ഓക്കെ. യെസ്. അപ്പൊ നമ്മുടെ 6th ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ഇത്രയേ ഉള്ളൂ. മോന്റെ ക്ലാസ്സിൽ ഈ ഹീറോയിൻ അങ്ങനെയല്ല, ഇവരുടെ ലീഡേഴ്സ് ആയിട്ട് 2 ആഴ്ചത്തേക്ക് 2 കുട്ടികളെ, ഒരു ലീഡർ അസിസ്റ്റന്റ്. അപ്പൊ എല്ലാരും റൊട്ടേറ്റ് ചെയ്ത് എല്ലാവർക്കും അപ്പൊ അവർക്ക് ഓരോ റെസ്പോൺസിബിലിറ്റി എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവരെ ഓരോരുത്തരെയും മാറ്റി നിർത്തത്തില്ല, എല്ലാവരെയും അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതൊരു നല്ല ഇത് തന്നെയാണ്. നല്ല കാര്യമാണ്. ഇത് നോക്കിയത് ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്കാണ് ഈ അവസരം കൊടുത്തിരിക്കുന്നത്. നല്ലതാണ് അല്ലെ. നമ്മുടെ കേരളത്തിൽ ഇല്ല, ലീഡേഴ്സ് ഉണ്ട്, അല്ലാതെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സ്കൂളുകളുണ്ട്. ആക്ടിവിറ്റീസ് റിലേറ്റഡ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പീരീഡ് അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതില്ല. ഓരോ കുട്ടികളെയാണ്, ഓരോ ദിവസം ഓരോ കുട്ടികളായിരിക്കും. അപ്പൊ നമ്മൾ ആ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. യൂണിറ്റ് 7 ആരെങ്കിലും എടുത്തോ? ഇല്ല മാം. അപ്പൊ 3 അവിടെ നിൽക്കട്ടെ കേട്ടോ. നമ്മള് അടുത്ത ക്ലാസ്സിൽ യൂണിറ്റ് 7 എടുക്കാം. ബാക്കി അങ്ങോട്ട് കംപ്ലീറ്റ് 10 കഴിഞ്ഞിട്ട് 3 4 കൊടുക്കാം. നിങ്ങൾക്ക് 10th ചാപ്റ്റർ നിങ്ങൾ സെമിനാർ എടുക്കേണ്ടി വരും കേട്ടോ. 10th ചാപ്റ്റർ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്, വേറെ ഒന്നുമില്ല. എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണ്. അറിയാലോ നിങ്ങൾക്ക്, പാരിസ്ഥിതിക മലിനീകരണം അല്ലെ. ഏതൊക്കെ പൊല്യൂഷൻസ് വരുന്നുണ്ട് ഇപ്പൊ ഓരോരുത്തരും എടുക്കാം. എയർ പൊല്യൂഷൻ ഒരാൾ എടുക്കാം. അനുശ്രീനെ ഒന്നും കാണാനും കൂടി ഇല്ലല്ലോ. ക്ലാസ്സിൽ കയറാറുണ്ടോ അനുശ്രീ? കാണാറില്ല. അനുശ്രീ അല്ലേ പാട്ടൊക്കെ പാടിക്കുന്നത്? ലാൻഡ് പൊല്യൂഷൻ ഒരാൾ എടുക്കാം.
സൗണ്ട് പൊല്യൂഷൻ, റേഡിയേഷൻ പൊല്യൂഷൻ. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. മാം ഇടയ്ക്കൊക്കെ ഇപ്പൊ കർക്കിടക മാസം അല്ലേ, ഇടയ്ക്ക് അമ്പലത്തിലൊക്കെ വായിക്കാനൊക്കെ പോകും. രാമായണം പാരായണം അല്ലേ? അതെ അതെ. ഓക്കെ, ഞാൻ എല്ലാ ദിവസവും വായിക്കാറുള്ളൂ, എല്ലാ ദിവസവും കേൾക്കും. നമ്മുടെ MC ഓഡിയോസിലെ ശ്രീലത മാമിന്റെ അത് കുറെ വർഷങ്ങളായിട്ട് കേൾക്കുന്നത്. എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് 31 ദിവസം അത് കേൾക്കും. ഇപ്പൊ ഓരോ ഭാഗം വെച്ച് ഒന്നാമത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം ഓരോ ഭാഗം ഓഡിയോസ് ഉണ്ടാവണം, അത് കേൾക്കും. നല്ല പാരായണം ഉണ്ട് ടീച്ചറിന്. കേൾക്കുന്നുണ്ടോ ശ്രീലത? ഇല്ല മാം, ഞാൻ കേൾക്കാറൊന്നുമില്ല. നമുക്ക് പാടാൻ പറ്റില്ല, ചൊല്ലാൻ പറ്റില്ല, നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് രാമായണ പാരായണം കേട്ടോ. അതാണ് നല്ലത്. നമ്മൾ വായിക്കുമ്പോ അതിൻ്റെതായ ശുദ്ധിയിലൊക്കെ ഇതിന്ന് വായിക്കേണ്ടി വരും. അതിന് നല്ലത് നമ്മൾക്ക് എപ്പോ വേണമെങ്കിലും അത് കേൾക്കാം. ഓക്കെ, പിന്നെ അപ്പൊ നമ്മുടെ 6th ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. സ്ട്രക്ചർ ആണ് ഇപ്പൊ ഫസ്റ്റ് സ്കൂൾ മാനേജ്മെന്റ്, ഓഫീസ് മാനേജ്മെന്റ്, സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം. പാർട്ട് 4 3 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ റെക്കോർഡ്സ് ഒക്കെ എവിടം വരെയായി എല്ലാവരുടെയും? റെക്കോർഡ് എവിടം വരെയായി? പറഞ്ഞിട്ടുണ്ട്, ഞാനൊന്നും എഴുതിയിട്ട് പോലില്ല. നമ്മളൊക്കെ 5 റെക്കോർഡ് ഉണ്ടെന്ന് അറിയാലോ അല്ലേ? റെക്കോർഡ്സിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടില്ലേ? ജിഷാമാണ് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ജിഷാമാണ്. ഓക്കെ, അപ്പൊ ആദ്യം ഞാനൊരു കാര്യം പറയാം. നമ്മളിപ്പോ 5th ഒക്കെ MT5 ഒക്കെ വൈവ ഒക്കെ നടന്ന സമയത്തേ അവര് കുറെ പേരെല്ലാം പെൻഡിങ്ങിന് വെച്ചു. അതായത് കുട്ടികളുണ്ട് അത് എന്തെന്നൊക്കെ പറഞ്ഞ് അവര് കുറെ ഒക്കെ പെൻഡ് ചെയ്ത് വെച്ചു. ഇപ്പൊ കുറെ പേരൊന്നും കംപ്ലീറ്റ് ആയില്ല. നിങ്ങളോടൊരു കാര്യം പറയുന്നത്, നമ്മുടെ സാറ്റർഡേ സൺഡേസ് ഇല്ലേ, സാറ്റർഡേ സൺഡേസ് 1 മണിക്കൂർ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കുക. എല്ലാ സാറ്റർഡേ സൺഡേസും, അല്ലെങ്കിൽ നിങ്ങളുടെ റെക്കോർഡ് തീരില്ല കേട്ടോ. വൈവയുടെ സമയത്ത്, വൈവ ഞാൻ ആയിരിക്കും ചെയ്യുന്നത്, വൈവ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആരുടെയും കംപ്ലീറ്റ് അല്ല എന്ന് പറയരുത് കേട്ടോ. നിങ്ങളിപ്പോ സമയമുണ്ട്, സാറ്റർഡേ സൺഡേസ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും ഇല്ലേ? ഉറപ്പല്ലേ? കിട്ടുമല്ലോ? കിട്ടുമല്ലോ? ഒന്നും കിട്ടില്ല. അതെന്താ? ആ സമയമൊന്നും കിട്ടത്തില്ല മാം, എല്ലാവരും വീട്ടിലുള്ള ദിവസമാ. മോനൊട്ടും തരില്ല ഫോൺ. അപ്പൊ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ റെക്കോർഡ്സ് കംപ്ലീറ്റ് അല്ലെങ്കിൽ ആരുടെ മാർക്കാണ് പോകുന്നത്? ഒരു കുട്ടി ഞാൻ വൈവ അച്ഛൻ ചെയ്തപ്പോ ആളൊന്നും ചെയ്തിട്ടില്ല, ഒരു പ്രാക്ടീസ് ഉണ്ടാക്കിയിട്ടില്ല, ഒരു റെക്കോർഡ് എന്തോ എഴുതിയിട്ടുണ്ട്, ബാക്കി എഴുതാൻ മിസ് എനിക്ക് സമയം കിട്ടിയില്ല. അതാണ് എക്സ്ക്യൂസ് പറഞ്ഞത്. നമ്മളൊന്നും ചെയ്യാനില്ല. ഏറ്റവും പാസ് മാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. പാസ് മാർക്കിന് വേണ്ടി MT8 വർക്ക് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾക്ക് മാക്സിമം നല്ല മാർക്ക് 100 മാർക്കാണ് എല്ലാവർക്കും പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ 90 അപ്പൊ 90 മാർക്കിന് മേലെ എല്ലാവർക്കും ഉണ്ടായിരിക്കില്ല. അപ്പൊ മാക്സിമം സമയം എടുത്ത് റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ സമയം കിട്ടുന്നത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് ലാസ്റ്റ് കിട്ടും. അതാണ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ റെക്കോർഡ് അതുപോലെ തന്നെ റെക്കോർഡ് തന്നെ നമുക്ക് ചെയ്തൂടെ? നമുക്ക് റെക്കോർഡ് പേജൊക്കെ ബാക്കി അങ്ങനെ അതിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തൂടെ? അതെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ അത് ചെയ്തു തുടങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ ഡിലേ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് വേണ്ട, അതിന് പെൻഡിങ്ങിന് വെക്കരുത്. പിന്നെ പ്രാക്ടിക്കൽസിന്റെ ഒന്നും തുടങ്ങിയിട്ടില്ലല്ലോ, പറഞ്ഞു തന്നിട്ടില്ലല്ലോ. പ്രാക്ടിക്കൽ ക്ലാസ്സസ് കാണണം. ക്ലാസ് ഇപ്പൊ നമ്മുടെ പാർട്ട് 4 ഒക്കെ പെട്ടെന്ന് തീരുള്ളൂ. നമ്മൾ വിചാരിക്കുന്നതല്ല, ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണ് ഇതിലാണ്. പാർട്ട് 4 തീർന്നു കഴിയുമ്പോൾ തന്നെ ഞാൻ പ്രാക്ടിക്കൽസ് തുടങ്ങും. അപ്പൊ മിക്കവാറും എല്ലാവരും ക്ലാസ്സിൽ കയറാൻ നോക്കണം. നമ്മൾ ലൈവായിട്ട് കാണിച്ചു തരുന്ന കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് മിക്കതും ചിലതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. മാക്സിമം എങ്കിലും നിങ്ങൾക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ. പ്രാക്ടീസ് പറഞ്ഞു തരുന്ന സമയത്ത് എല്ലാവരും പിങ്ക് ടവർ മാത്രമാണ് ഉണ്ടാക്കിയത്. കുറെ MT5 നമ്മൾ വൈവ ചെയ്തപ്പോൾ പിങ്ക് ടവർ ഏറ്റവും എളുപ്പം അതാണെന്ന് തോന്നുന്നത് അല്ലേ? ശരിയാ, പിങ്ക് ടവർ കണ്ടിട്ടില്ലേ നിങ്ങള്? പിങ്ക് ടവറിൽ ഉണ്ടാക്കി കഴിഞ്ഞു. പിങ്ക് ടവർ അല്ലാതെ നമുക്ക് കുറെ സംഭവങ്ങൾ വെക്കാം. നമുക്ക് 17 മെറ്റീരിയൽസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ജിഷ മിസ് പറഞ്ഞു തരും ഏതൊക്കെ ചെയ്യേണ്ടതെന്ന്. വ്യക്തമായിട്ട് ചോദിച്ചറിയില്ല, സമയം കണ്ടെത്താം, ആരും പെൻഡിങ് വെക്കരുത് വർക്ക്.
ഓക്കെ, മാം ഇവിടെ ഞങ്ങളിപ്പോ മാർക്ക് ഫ്രെയിം പോകുന്നില്ലേ? നല്ലോണം മാർക്ക് പോകും. ചെയ്തില്ലെങ്കിൽ മാർക്ക് പോകുന്ന കാര്യം അത് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇടുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. ഒരു പാസ് മാർക്ക് കൊടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലവർക്ക് ചില അവസ്ഥ കൊണ്ട് ചെയ്യാത്തവരാണ്, പക്ഷെ ചിലർ വെറുതെ സമയം കളഞ്ഞ് ചെയ്യാത്തവരുണ്ട്. നിങ്ങളുടെ അല്ലട്ട പറഞ്ഞ 5ല് കുറച്ച് കുട്ടികള്, ആ കുട്ടി ഭയങ്കര കെയർലെസ് ആയിട്ടാ പറയാ, മിസ് എനിക്ക് സമയം ഉണ്ടായില്ല, കിട്ടിയില്ല, ഞാനിപ്പോ ബസ്സിലാണ്, വൈവ് അറ്റൻഡ് ചെയ്യാനിട്ട് ആളാ, അങ്ങനെയൊക്കെയാണ് ചെയ്തത്. പാസ് മാർക്ക് കൊടുക്കാനല്ല വേറെ നിവർത്തിയില്ല, ജയിപ്പിക്കണം എന്തായാലും. മാം നമ്മളിപ്പോ പിൻടവറും പിന്നെ ഫ്രെയിംസ് പിന്നെ ഈ കാർഡുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ പ്രാക്ടിക്കൽ സെക്ഷൻ നമുക്ക് ഓൺലൈനിലല്ലേ ഉള്ളൂ, അല്ലാണ്ട് അവിടെ വന്നിട്ടുള്ള പ്രാക്ടിക്കൽ സെക്ഷൻ അങ്ങനെയല്ലോ. ഇവിടെ ലൈവ് പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടാകും. ലൈവ് പ്രാക്ടിക്കൽ സെഷൻ നമ്മൾ കാണിക്കും, അല്ലാതെ ഓൺലൈനിൽ കാണിക്കും നിങ്ങളെ കേട്ടോ. പക്ഷെ ഓൺലൈനിൽ കാണിക്കും, വരാൻ പറ്റാത്തവരുണ്ടാവില്ലേ. പിന്നെ എന്ത് കാര്യം വരുന്നവർ എല്ലാം കൊണ്ടുവരണോ? ഇത് റെക്കോർഡ്സ് കൊണ്ടുവരണം, അതൊന്നും കൊണ്ടുവരണ്ട. റെക്കോർഡ്സ് കൊണ്ടുവരേണ്ടി വരും. പിന്നെ നിങ്ങളുടെ അതൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾ ചെയ്യുന്ന വർക്കില്ലേ, നിങ്ങൾ എന്ത് വർക്ക് ചെയ്താലും റെക്കോർഡിൽ ഇപ്പൊ ഒരു പോയം എഴുതിയാലും ഇപ്പൊ ഒരു ഡിൽസ് പസിൽസ് ഒക്കെ എഴുതിയാലും എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾക്കത് അറിയാൻ പറ്റണം എന്താണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം എന്താണ് അത് അറിഞ്ഞ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വൈവൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ പിങ്ക് ടവർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു, എന്തിനാ പിങ്ക് ടവർ ഉണ്ടാക്കിയത്, എന്താണ് ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു തരണം, അറിയില്ല. എന്തുകൊണ്ടാണ് അറിയാത്തത്, നിങ്ങൾ അത്ര ഇതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല അതിനെ കുറിച്ച് അല്ലെ. അങ്ങനെ ചെയ്യരുത്. എന്ത് കാര്യം ഇപ്പൊ ഒരു പോയത്തെ കുറിച്ച് എഴുതാൽ പോയത്തിന്റെ പേരെങ്കിലും ഓർത്ത് വെക്കണം, അല്ലാതെ എന്തിന്റെ പോയോണ്ടെങ്കിലും നിങ്ങളൊന്ന് അങ്ങനെ പോകണം. അതിന് നമ്മൾ കണ്ടന്റ് വെറുതെ ഒരു കാട്ടിക്കൂട്ടൽ പോലെ ഒന്നും ചെയ്ത് വെക്കരുത്. നമ്മൾക്ക് ഇതൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പൊ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം നന്നായിട്ട്. അപ്പൊ റെക്കോർഡ്സ് ആണെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു അനിമൽസിന്റെ പിക്ചർ ഒട്ടിച്ചാലും ഞാൻ ചെയ്യുന്നത് അനിമൽസിന്റെ പിക്ചേഴ്സ് ആണ് ഒട്ടിക്കുന്നത്, ബേർഡ്സിന്റെ പിക്ചേഴ്സ് ആണ് ഒട്ടിക്കണേ എന്നുള്ള ഒരു അവബോധം നമുക്ക് മനസ്സിലാവുന്ന എങ്ങനെയാണെന്ന് അറിയോ. ഞാൻ റെക്കോർഡ് വൈവ ചെയ്യുന്ന സമയത്ത് ആ റെക്കോർഡ്സിൽ എന്തൊക്കെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ കുട്ടിക്ക് അറിയില്ല. കുട്ടി ഇൻഡെക്സ് പേജ് കാണിച്ചത്, ഇൻഡെക്സ് പേജ് വായിച്ചു നോക്കാൻ എനിക്കറിയാൻ പറഞ്ഞത്, പക്ഷെ ചെയ്തതാണെങ്കിൽ പക്ഷെ ഒരു കൊച്ചു നന്നായിട്ട് പറഞ്ഞു. 5 റെക്കോർഡ്സിലെ കാര്യങ്ങൾ ആ കുട്ടി 5 റെക്കോർഡ്സ് ഒന്നും ചോദിക്കൂല കേട്ടോ, നിങ്ങൾ അതൊന്നും പേടിക്കൊന്നും വേണ്ട. പക്ഷെ ആ കുട്ടി പറഞ്ഞതാണ്, ടീച്ചറെ ഈ റെക്കോർഡിൽ ഞാൻ ഇന്ന കാര്യങ്ങളാണ് ചെയ്തത്. അപ്പൊ വ്യക്തമായിട്ട് ആൾ ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. ബാക്കി ഏത് കുട്ടികളാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി ചിലത് ആ കുട്ടി പറഞ്ഞു, ടീച്ചർ എനിക്കിത് വരക്കാൻ പറ്റാത്തതുകൊണ്ട് അച്ഛനാണ് വരച്ചു തന്നത് അല്ലെങ്കിൽ ചേട്ടനാണ് വരച്ചു തന്നത്, അത് ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുത്തോളൂ അതൊക്കെ പറഞ്ഞു വ്യക്തമായിട്ട് ആ കുട്ടി പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലാവും ആൾ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ മാർക്ക് കൊടുക്കാൻ നമുക്ക് തോന്നും, അതാണ്. അപ്പൊ മാർക്ക് ഒരു പ്രധാനമാണ്. 100ലാണ് മാർക്ക് എന്ന് അറിയാലോ പ്രാക്ടിക്കൽസ്. പിന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്ത കുട്ടികളുണ്ട് അല്ലേ ഇതില്? ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്ത എത്ര പേരുണ്ട്? മാം ഞാൻ കഴിഞ്ഞ സ്കൂൾ വർക്ക് ചെയ്തത്, ഒരു വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ അതുകൊണ്ട് പോകണം, അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നത് വൈവയിൽ നമ്മൾ ചോദിക്കും, ടീച്ചിങ് പ്രാക്ടീസിന് പോയ കാര്യം ചോദിക്കും. ഇൻ കേസ് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അവിടെ വെച്ചൊരു ആക്ഷൻ സോങ് ക്ലാസ്സിൽ എങ്ങനെ നിങ്ങൾ പഠിപ്പിക്കും, അപ്പൊ ഒരു ആക്ഷൻ സോങ് അവിടെ വെച്ച് പാടാം, അത്രേ ഉള്ളൂ. ഇപ്പോഴേ ഞാനൊന്ന് ധൈര്യം തരണം കേട്ടോ ചെയ്യാനായിട്ടുള്ളത്. എങ്ങനെയായിരിക്കും നിങ്ങൾ ക്ലാസ്സിൽ അത് പറയുന്നത്, എങ്ങനെയായിരിക്കും നിങ്ങൾ സ്റ്റോറി പറയുന്നത്, അപ്പൊ ക്ലാസ് എടുക്കുന്ന പോലെ അവിടെ ക്യാമറ ഓൺ ചെയ്തതെന്ന് പറഞ്ഞാൽ മതി. 15 മിനിറ്റ് 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ വൈവ്. ഓരോരുത്തർക്കും ഓരോ ടൈം പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് നിങ്ങൾ ലിങ്കിൽ കയറിയിട്ടാണ് വൈവ് അറ്റൻഡ് ചെയ്യണത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇപ്പോഴേ ഇത് പ്രിപ്പയർഡ് ആവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ലാസ്റ്റ് സമയത്ത് ഇപ്പൊ കുറെ പേര് എക്സാമിന്റെ പേടിയായിരുന്നു, എങ്ങനെ എഴുതും എങ്ങനെ ഇതെന്നൊക്കെ. അപ്പൊ ഓരോന്ന് അഡീഷണൽ ആയിട്ട് പറഞ്ഞു തരാൻ എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ഓക്കെ, ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ പറ്റിയില്ല എന്നോർത്ത് ആരും വിഷമിക്കുകയൊന്നും വേണ്ട. ഇനിയും അവസരങ്ങൾ വരും, ഇത് കഴിഞ്ഞാലും അവസരങ്ങൾ വരും, വരില്ല എന്നോർത്ത് ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. മിസ്സേ, നമുക്ക് ഇഷ്ടമുള്ള ആക്ഷൻ സോങ് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഇല്ല, ഞാൻ പ്രസീതനോട് പറയാം, അത് തന്നെ പാടണം പ്രസീത. പ്രസീതയുടെ ഡാൻസ് ഉണ്ടോ നിങ്ങള്? എന്താണ് ഒരു മൂമെന്റ്സ് അങ്ങനെ ലയിച്ച് പ്രകൃതിയിലൂടെ ലയിച്ചിരുന്ന് അങ്ങ് കളിക്കുകയാണ് ഡാൻസ്. ഒരു സകലകല വല്ലഭ്യാണ് മാം. സർവകല വല്ലഭ്യാണ്. ഒരു ചമ്മലൊന്നും ഇല്ല കേട്ടോ ആൾക്ക്, അത് പോസ്റ്റ് ചെയ്തല്ലോ പബ്ലിക്കായിട്ട്, അതന്നെ അല്ലായിരുന്നു. വെച്ചിട്ട് മനസ്സിലായില്ലേ മിസ്സിന് എന്തോ കഴിവ്? എന്താണ് അർച്ചനെ കുറച്ചുകൂടി ശബ്ദത്തിൽ പറയണോ? കേൾക്കുന്നില്ല.
മിസ് നമ്മുടെ റംസാൻ പ്രോഗ്രാമിന് ആങ്കറിങ് ചെയ്തപ്പോ മനസ്സിലായില്ലേ മിസ്സിന്? ആണല്ലേ അത്? ഞാൻ വേറെ ആരുണ്ടെന്ന് ഓർത്തിട്ടാ. ഓക്കെ, ശരി. വേറെന്തോ പറഞ്ഞപ്പോ റെക്കോർഡ്സ് ഒക്കെ പറഞ്ഞ പോലെയൊക്കെ ചെയ്യാട്ടോ. സമയമൊക്കെ കണ്ടെത്തി നിങ്ങളുടെ സമയം നിങ്ങൾക്കല്ലേ അറിയുള്ളൂ, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. പിന്നെ എന്താണ്, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ അറിയില്ല എന്തൊക്കെയാണെങ്കിൽ നിങ്ങൾ പരസ്പരം ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സംസാരിക്കുക. ആരെങ്കിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരും കേട്ടോ. കോപ്പി അടിക്കാനല്ല പറയുന്നത്, പറഞ്ഞു കൊടുക്കുക എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ നിങ്ങളതൊരു ടീം വർക്ക് ആയിട്ടങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പൊ ചില ബാച്ചിലെ കുട്ടികളെ പരസ്പരം ഒരു കോണ്ടാക്ട് ഇല്ല അവർ തമ്മിൽ. ഇപ്പൊ MT5 നമുക്കൊന്നും പറയാൻ പറ്റില്ല. MT5 റിഷാനയാണ് അതിന്റെ ഒരു കോർഡിനേറ്റർ. ആ കുട്ടി, അയ്യോ നമ്മളൊന്നും പറയാനില്ല, ആ കുട്ടി ചെയ്യുന്ന ഭയങ്കര എഫേർട്ടാണ്. അതെല്ലാവരുടെയും കാര്യം അന്വേഷിക്കുക. അതിനുണ്ട് വീട്ടിൽ കുറെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, വലിയ ജോയിന്റ് ഫാമിലി ഉള്ളതാ. പക്ഷെ റിഷാന ചെയ്യാത്ത കാര്യങ്ങളില്ല. എക്സാം ആയി കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻസ്, അല്ലെങ്കിൽ അറിയാത്തവർക്ക് അത് പറഞ്ഞു കൊടുക്കും. ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്ന ഒരു കുട്ടിയാണ് അവള്. റിഷാന ഒരു ഡിസേബിൾ ആയിട്ടുള്ള സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത് കേട്ടോ, ഈ ഒരു കുറച്ച് സമയം വരെ. നല്ലൊരു സ്റ്റുഡന്റ് ആണ്, നമുക്ക് എടുത്തു പറയണം ആ കുട്ടിയുടെ പേര്. അപ്പൊ എല്ലാവരും അതേപോലെ ആയി മാറണം. അപ്പൊ നിങ്ങളൊരു ടീം വർക്കാണ്. MTH എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളൊരു ടീമാണ്. ആരെങ്കിലും വർക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, സഹായിക്കുക, ഒക്കെയാണ് ചെയ്തത്. നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് ആരെങ്കിലും പറഞ്ഞു തന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. മിസ്സേ ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ, ഈ പ്രാക്ടിക്കല് കഴിഞ്ഞിട്ട് ഈ വൈവ ഏത് മാസത്തിലായിരിക്കും വരിക? വൈവ അത് നിങ്ങളുടെ അടുത്ത എക്സാം കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഏതാണ്, ഇപ്പൊ ജൂലൈ ആയില്ലേ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ കൂടെ ആവും ചിലപ്പോ. ഒക്ടോബറിലോട്ടൊന്നും പോവില്ല, പിന്നെ ആവും കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ജ്യോതി ഇല്ലേ ക്ലാസ്സിലെ? ജ്യോതി പോയോ? ഉണ്ട് മാം. എന്ത് ജ്യോതി വിശേഷം? നല്ല വിശേഷം മാം. മാമിന് എങ്ങനെയുണ്ട്? ചെന്നൈയിലാണോ? ആ അതെ മാം. ഈ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ അക്കൗണ്ട് ഒന്ന് ഫ്രീസ് ആയി പെട്ടെന്ന് അങ്ങ്. അപ്പൊ പിന്നെ കേരളത്തിലേക്ക് വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇന്നലെ രാവിലെയാണ് ഇവിടെ എത്തിയത്. ഒരു ദിവസം ഇരുന്നിട്ട് വന്നു. ഓക്കെ, ശരി. സൈൻ ഔട്ട് ആരാടാ? ആരെങ്കിലും ഉണ്ടോ സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടോ? മിസ്, മെയിൻ എക്സാം കഴിഞ്ഞിട്ടാണോ വൈവ പറഞ്ഞേ? മെയിൻ എക്സാം അതിന്റെ ഇടയിലായിട്ട് നടക്കും കേട്ടോ. രണ്ടും കൂടി ഒപ്പം ഒരുങ്ങുന്നത്. എക്സാം കഴിഞ്ഞിട്ട് വൈകിട്ടാവും. ഈ പ്രാക്ടിക്കലിനും വരണം നമ്മള്, വൈവക്കും വരണം. അപ്പൊ 2 പ്രാവശ്യമായിട്ട് വരേണ്ടി വരും അല്ലേ? ഇല്ല, പ്രാക്ടിക്കലിൽ വരുന്ന സമയത്ത് അന്ന് വരുന്നവരെ കുറച്ച് പേരെ നമ്മൾ വൈവ ചെയ്യും. അത് ചെയ്യാൻ പറ്റുന്നവരെ മാക്സിമം. അല്ലാത്തവരെല്ലാം ഓൺലൈനിലായിരിക്കും ചെയ്യുന്നത് കേട്ടോ. നമുക്ക് സ്ലോട്ട് കൊടുക്കും ഓരോരുത്തർക്ക്. ഇപ്പൊ ഷെറിന് ഇപ്പോ 10:15 മുതൽ 10 മണി മുതൽ 10:20 വരെ ആയിരിക്കും ചിലപ്പോൾ ഷെറിന്റെ സമയം. അപ്പൊ ആ സ്ലോട്ടിലെ ടൈമിൽ ആ സമയത്ത് ലിങ്കിൽ കയറാം, ഷെറിന്റെ വൈവ നടക്കും. അത് കഴിയുമ്പോൾ അടുത്ത ജ്യോതി. അങ്ങനെയായിരിക്കും നമ്മള് സ്ലോട്ട് തരും. നമ്മുടെ കൊറോണ സമയത്ത് വാക്സിൻ എടുക്കാൻ സ്ലോട്ട് ഇട്ടില്ലേ, അതേ സംഭവം തന്നെയത് കേട്ടോ. ഒക്കെ പറഞ്ഞുതരാം, നിങ്ങൾ അതൊന്നും പേടിക്കണ്ട. എല്ലാം പറഞ്ഞുതരാൻ ഇവിടെ ആൾക്കാരില്ലേ, പറഞ്ഞുതരാം, അതൊന്നും പേടിക്കണ്ട കേട്ടോ. നിങ്ങളുടെ ഫൈനൽ എക്സാം ഏകദേശം എപ്പോഴാണ് വരിക മാം? സെപ്റ്റംബറിലോ? എന്ത് തന്നെ എനിക്കറിയില്ല. എക്സാം നിങ്ങളുടെ ഇനി പാർട്ട് 3 4 ഒക്കെ കഴിയാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. 4 കഴിയുമ്പോ ഏകദേശം ഞാൻ പറയാം. സെപ്റ്റംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബറോടുകൂടി ഉണ്ടാവും മിക്കവാറും. ഓക്കെ, അർച്ചനയുണ്ടോ ക്ലാസ്സില്? ഉണ്ട്. ആരെങ്കിലും സൈൻ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യെങ്കിൽ ഒരു പാട്ട് പാടിയൊന്ന് അവസാനിപ്പിക്കാം. ആരാ പാടുന്നേ? അർച്ചന പാടോ? പാടാൻ എന്റെ കയ്യിൽ എന്റെ മോളുണ്ട് മാം. വേണ്ട. നമ്മുടെ അനുശ്രീ എവിടെ? അനുശ്രീ അനുശ്രീ രാമായണത്തിലെ 2-3 വരികളൊന്നും പാടാമോ? ബാലകാണ്ഡത്തിലെ ഏതെങ്കിലും 2-3 പാടാലോ? ഒന്ന് പഠിക്കോ? ലിറിക്സ് എടുക്കട്ടെ മാം. പോയോ ആള്? ഇല്ലില്ല, പോയില്ല. ശ്രീരാമ രാമ രാമ
ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമ രാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാർ. ഓക്കെ അനുശ്രീ, താങ്ക് യു സോ മച്ച്. ഏത് അമ്പലത്തിലാണ് വായിക്കുന്നത് ഇപ്പൊ പാരായണം? ആക്ച്വലി അമ്മയുടെ കൂടെ വായിക്കുന്ന അമ്മ വായിക്കുന്ന പോകുമ്പം അമ്മയുടെ കൂടെ പോയി വായിക്കും അങ്ങനെ. ഓക്കെ ഓക്കെ, നല്ലൊരു കാര്യം കേട്ടോ, ബെസ്റ്റ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. മിനിറ്റ് പോലെ റഷീദ എന്താ പറയുന്നേ? ആരുടെയാണോ? രേഷ്മ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഹസ്ബൻഡ് 2 ആഴ്ച മുമ്പ് ആക്സിഡന്റിൽ എന്ന് പറഞ്ഞേ. ആണോ? ഇത് നമ്മുടെ ക്ലാസ്സിലാണോ രേഷ്മ? ഇന്നലെ രേഷ്മയാണ് ഇട്ടത്, വേറെ രേഷ്മയാണ് ഇട്ടത് ഗ്രൂപ്പില്. ആള് റെഗുലർ ക്ലാസ്സിൽ കയറിയിരുന്ന ആളാണോ? ഉള്ള ആളാണ്. എക്സാം എഴുതിയില്ല, എന്താണെന്ന് തിരക്കിയപ്പോഴാണ് ഇങ്ങനെ എഴുതാൻ പറ്റിയില്ല, ഹസ്ബൻഡ് ഇങ്ങനെ ആക്സിഡന്റിൽ മരിച്ചെന്ന് പറഞ്ഞു. കുട്ടികളുണ്ടോ? ഇല്ല, കുട്ടികളില്ല. 2 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. നിങ്ങൾ വിളിച്ചായിരുന്നു ആരെങ്കിലും? ഞാനുമായിട്ട് കോണ്ടാക്ട് ഇല്ല, ആ രേഷ്മയായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഓക്കെ, രേഷ്മനോട് വിളിക്കാൻ പറയണം, പതിയെ കുട്ടിയുടെ ക്ലാസ്സിൽ കയറാൻ പറയണം കേട്ടോ. ഇപ്പോഴാണ് മാം അറിയുന്നേ. നമ്മളൊന്നും അറിഞ്ഞില്ല, ഗ്രൂപ്പിലൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വിളിക്കണേ. പതിയെ ക്ലാസ്സിലോട്ട് കയറാൻ പറയണം, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പോയി ഇരിക്കും. അറിയാലോ നിങ്ങക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച്.